ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പാലക്കാട് സ്പെഷ്യൽ ബ്രോസ്റ്റഡ് ചിക്കൻ കുക്കർ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നെയിം ലെങ്തിയാണെന്ന് വിചാരിച്ച സാധനം ഭയങ്കര സിമ്പിളാണ്. ആദ്യം നമ്മൾ ബിരിയാണി അരി നന്നായിട്ട് ഒരു 5 ടൈംസ് വാഷ് ചെയ്ത് വെച്ചിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു പാത്രത്തിൽ. അതിനുശേഷം നമ്മൾ കുക്കറിലാണ് ഈ ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കുക്കറിൽ നമ്മൾ കുറച്ച് ആട്ടിയ നല്ല വെളിച്ചെണ്ണ അതൊഴിക്കുക. അതിനുശേഷം കുറച്ച് നെയ്യ്, അപ്പോൾ നെയ്യ് ഉരുക്കി വരണം. നമ്മൾ നെയ്യ് ഫ്രിഡ്ജിൽ വെച്ചതിനോട് കട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ ആ നെയ്യൊന്ന് ഉരുക്കി വരണം. കുറച്ചും കൂടെ നെയ്യ് നമ്മൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നോർമലി നമ്മൾ ബിരിയാണി വയ്ക്കുന്ന സാധനങ്ങളായ ഗ്രാമ്പു, ഏലക്ക, പട്ട, വാഴനയില, സർവ്വസോലി എന്ന് പറയില്ല ആ ഇല, അതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. അത് നമ്മുടെ വെളിച്ചെണ്ണയിലും നെയ്യിലും ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് അമ്മിയിൽ ചതച്ചെടുക്കാം. നമുക്ക് പാകത്തിനനുസരിച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് നമ്മൾ ആ നെയ്യിലും വെളിച്ചെണ്ണയിലും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബിരിയാണി ഐറ്റംസും അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൂക്കുന്നവരെ വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് 5-6 മുഴുവൻ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയും കൂടെ അപ്പുറത്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ റെസിപ്പിയും കൂടെ പറയാം. അപ്പോൾ നമുക്ക് എബൌട്ട് രണ്ടും കൂടെ ഒരുമിച്ച് കുക്കായി വരും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ആ ഒരു കടായി ചൂടാക്കാൻ വേണ്ടി വെക്കണം. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ എണ്ണയായിട്ട് യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ, അത് ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടാകുമ്പോഴേക്കും നമ്മൾക്ക് സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ചേർക്കാം. നോർമലി നമ്മൾ ചിക്കൻ കറി പ്രിപ്പയർ ചെയ്യുന്ന പോലെയാണ് കേട്ടോ ഇതിനും നമ്മൾ ചെയ്യുന്നത്. കാരണം നമുക്കൊരു ഗ്രേവിയാണ്, നമ്മൾ കൂടുതലും ബ്രോസ്റ്റ് ആ മസാല ആയിരിക്കും ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം സവാള പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട്, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി, ഒരു നുള്ള പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. അപ്പം ഞാൻ ഒരു 3-4 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്കതിൽ മാറ്റം വരുത്താം. സവാളയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചിട്ട് ഈ ഒരു വഴൻ്റെ ആ ഒരു സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം അതിൻ്റെ പച്ചമണമൊന്നും മാറണം. അപ്പോഴേക്ക് ഇവിടെ നമ്മുടെ ബിരിയാണിൻ്റെ അരി കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ആ അരി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി അതിലിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം, ചൂടുവെള്ളം അതിലേക്ക് ഒഴിക്കേണ്ടതായിട്ടുണ്ട്. ആ കുക്കറിലേക്ക് അരി കുക്ക് ചെയ്ത് വരാൻ വേണ്ടി. അപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കിയിട്ട് ആ ചൂടുവെള്ളം നമ്മൾ ഒഴിക്കണം. അപ്പോൾ നമ്മൾ കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ നോർമലി വെക്കുമ്പോൾ കളർ ആഡ് ചെയ്യാറില്ല. കുറച്ച് വെറൈറ്റിക്ക് വേണ്ടി നമ്മളിപ്പോൾ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഈ റൈസിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയുടെ സവോള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. സവോള, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഈ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. സവോള മൂത്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. മല്ലിപ്പൊടി നന്നായിട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് അടുത്ത പൊടി ഇട്ട് കൊടുക്കുക. കാരണം മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്തോണ്ട് ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. കുറച്ചും കൂടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം മല്ലിപ്പൊടി കുറവാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചൺ ഇതാണ്. ഇവിടെ ഗ്രില്ലായതുകൊണ്ട് നമ്മൾക്ക് ഉച്ച സമയത്ത് ഇന്ന് കുക്ക് ചെയ്താൽ നല്ല കാറ്റ് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ മസാല, അത് ക്വാണ്ടിറ്റി കുറച്ചാണ് കേട്ടോ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ആ ഒരു സ്പൂണില്ല, അത് ഇട്ടിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മൂക്കുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മുളക് പൊടി കുറച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കാരണം പച്ചമുളക് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതും ബിരിയാണിക്ക് അധികം എരിവ് വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ മുളക് പൊടി കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് ചൂടുവെള്ളവും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കേട്ടോ, കുറച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ നേരത്തെ കഴുകി അതിൽ കുറച്ച് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം അത് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഗ്രേവിയുടെ അകത്തേക്ക്.
മസാല നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇളക്കുന്നുണ്ട് കേട്ടോ. കാരണം സവോളയുടെ ഗ്രേവിയൊക്കെ അടിയിലായിരിക്കും. അപ്പോൾ നമ്മൾ ലിവർ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിലർക്ക് ലിവർ ഇഷ്ടമാവില്ല, പക്ഷെ നമ്മളിവിടെ കഴിക്കുന്നതുകൊണ്ട് നമ്മൾ ലിവർ എടുത്തിട്ടുണ്ട് ചിക്കൻ്റെ. അപ്പോൾ അതും കൂടെ നമ്മൾ നന്നായിട്ട് പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ, മൊത്തം ഒന്ന് തട്ടിപ്പൊത്തി വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട, നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ആ കടായി അടച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് കുറച്ച് കുരുമുളകും പെരിഞ്ജീരകവും കൂടെ പൊടിച്ചിട്ട് നമുക്ക് ആ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇങ്ങനെ തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടി കുറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമുക്ക് അധികം കളറില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് വീണ്ടും അത് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെക്കാം. ഇനി നമുക്ക് ബിരിയാണിയുടെ അതിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ അത് മഞ്ഞപ്പൊടി ഇട്ട് വാങ്ങിട്ട് വെച്ച് അതിലോട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ചൂടുവെള്ളം, അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു, ആ ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നിറഞ്ഞു പോകരുത് കേട്ടോ, നമ്മൾ ആ ഒരു ഭാഗത്തിനനുസരിച്ച് വേണം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ല, ആ ഒരു അളവ് വന്ന് നിൽക്കേണ്ടത്. അതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അപ്പുറത്ത് ഏതാണ്ട് നമ്മുടെ ചിക്കൻ കറിയും ആ ഗ്രേവിയൊക്കെ കൂടെ സെറ്റായിട്ടുണ്ട്. ഇത് നമ്മൾ ബ്രോസ്റ്റിന് എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കനാണ്. ബോൺലെസ് ആണ് നമ്മൾ കൂടുതൽ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവോള വഴറ്റിയെടുക്കേണ്ടതുണ്ട്. നമുക്ക് നെയ്യിലൊക്കെ വഴറ്റിയെടുക്കാൻ ഞങ്ങൾ വെളിച്ചെണ്ണയാട്ടോ യൂസ് ചെയ്യുന്നത്. കുറച്ച് നെയ്യ് ഇട്ടിട്ടാണ്, ബാക്കി വെളിച്ചെണ്ണയിലും കൂടിയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് കാഷ്യൂ വതറി കൊടുക്കുന്നുണ്ട്. കാഷ്യൂ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ ആ ഒരു ഇതിൽ വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ നമ്മൾ വഴറ്റുന്നുണ്ട്. അത് രണ്ടും കൂടെ വഴറ്റി നമുക്ക് ആ മുന്തിരി ഒന്ന് വേർത്ത് വരുമ്പോഴേക്കും അധികം നേരം നിൽക്കണ്ട, കരിയണ്ട കേട്ടോ. ഒന്ന് ഇതായി വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ നമ്മൾ ആ ഒരു ഇതിലോട്ട് നമ്മൾ ഓയിലിലോട്ട് നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുന്ന സവോള ചെറിയ രീതിയിൽ അരിഞ്ഞ് കനം കുറച്ച് സ്ലൈസായിട്ട് അരിയണം. നമുക്ക് കുറച്ച് കട്ടിയൊക്കെ കൂടിയിട്ടുണ്ട്, അത് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതും നല്ല രീതിയിൽ കളർ മാറി ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ വരെ വഴറ്റി കൊടുക്കണം. കുറച്ച് ഉപ്പ് ഇതിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, സവോള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി. അപ്പോഴേക്ക് നമ്മുടെ കുക്കർ വിസിലടിച്ചു. നമ്മുടെ ആ ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു കുക്കറിൽ നമ്മൾ വെച്ച ബിരിയാണി കുക്കായി വിസിലടിച്ചു. ആ നേരം നമ്മുടെ സവോളയും നല്ല രീതിയിൽ മൊരിഞ്ഞു വന്നു. പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സവോള നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ കഴുകി വെച്ച ബ്രോസ്റ്റിനുള്ള നമ്മുടെ ചിക്കൻ. ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആ ഒരു മസാല ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് കഴുകി വെച്ച ചിക്കനാണ് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മൾ നമ്മുടെ കുക്കറിലെ ബിരിയാണി ഒന്ന് ഓപ്പൺ ആക്കി നോക്കുകയാണ്. ഇതാട്ടോ സെറ്റായിരിപ്പുണ്ട്, സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലോട്ട് നമുക്കിനി കാഷ്യും നമ്മുടെ മുന്തിരിയും സവോളയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡിയായി. അപ്പോൾ അത് ഏകദേശം സെറ്റായിട്ട് മാറിയിപ്പുന്നുണ്ട്. നമുക്കിനി ബ്രോസ്റ്റിൻ്റെ കാര്യമാണ് നോക്കാനുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ മാസ്റ്റർ ഷെഫിൻ്റെ ആ ബ്രോസ്റ്റ് മസാല. അപ്പോൾ ആ ഒരു പാക്കിൽ ഈ ഒരു 10 ഗ്രാമിൻ്റെ പാക്കും ഉണ്ടാവും, പിന്നെ ഒരു 90 ഗ്രാമിൻ്റെ ഉണ്ടാവും. ആ ഫസ്റ്റ് കാണിച്ച ആ ഒരു 10 ഗ്രാമിൻ്റെ പാക്ക് വെച്ച് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾക്ക് ഒരു 1 അവർ കഴിയുമ്പോൾ ആ ഒരു 2 അവർ ആണ് കേട്ടോ പറയുന്നത്. നമുക്കൊരു 1 അവറൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് മുൻപ് എടുക്കേണ്ടതുകൊണ്ട് നമ്മളൊരു 1 അവർ ആയതുകൊണ്ട് 1 അവർ ആയപ്പോൾ തന്നെ നമ്മൾ അതിലോട്ട് ഈ ഒരു മസാലയും കൂടെ മിക്സ് ചെയ്ത് വെച്ചു. വേറെ ഒന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം ഈ ഒരു മസാല പുരട്ടി വെക്കുക. അപ്പോഴേക്കും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ആ മറ്റേത് സോൾട്ട് കണ്ടൻറ്റ് ഭയങ്കര വരുന്നുണ്ട്, അതൊരു ഉപ്പ് നന്നായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഇതിങ്ങനെ പുരട്ടി കുഴച്ച് വയ്ക്കുക. മുട്ടയോ കാര്യങ്ങളോ ഒന്നും അവരുടെ അതിൽ ചേർക്കാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഒന്നും മുളക് പൊടി പോലും ചേർക്കുന്നില്ല. ജസ്റ്റ് ഈ ഒരു ഇതിട്ടതിന് ശേഷം അത് റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, അത് പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മളത് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇങ്ങനെയാണ് അത് മൊരിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ മൂക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മാത്രം ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ, ബാക്കി എടുത്ത് വെച്ചു.
അങ്ങനെ ഇത് നന്നായിട്ട് മൂത്തപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമ്മുടെ ബ്രോസ്റ്റ്. അതിനുശേഷം നമ്മൾ സവോള, കാഷ്യൂ എല്ലാം നമ്മുടെ ആ കുക്കർ ബിരിയാണിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ബിരിയാണി ഇളക്കി എടുക്കുക കേട്ടോ. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ബിരിയാണി റെഡിയായി. അതിനോടൊപ്പം തന്നെ ഒരുമിച്ച് വെച്ചുകൊണ്ട് ആ ബ്രോസ്റ്റും നമ്മുടെ ചിക്കൻ ഗ്രേവിയും ഒക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മളിനി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഓണത്തിന് നമ്മൾ ഉണ്ടാക്കി വെച്ച പുളിയിഞ്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രോസ്റ്റും ചിക്കനും പിന്നെ ബിരിയാണി പുളിയിഞ്ചിയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ.